നടിമാരായ ചിപ്പി, റബേക്ക, സീമാജി നായർ തുടങ്ങി നിരവധി താരങ്ങളാണ് ഇത്തവണയും പൊങ്കാലയിട്ടത്. അതേസമയം ആശാ വർക്കേഴ്സ് അസോസിയേഷൻ പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരപന്തലിൽ പൊങ്കാലയിട്ടു. സമരക്കാരെ സന്ദർശിച്ച സുരേഷ് ഗോപി സംസ്ഥാന സർക്കാരിനെ ഇന്നും കുറ്റപ്പെടുത്തി. ചോദ്യങ്ങൾക്ക് മുന്നിൽ അസ്വസ്ഥനായ കേന്ദ്ര സഹമന്ത്രി മാധ്യമങ്ങളോട് തട്ടിക്കയറി. പതിവ് തെറ്റിക്കാതെ ഇത്തവണയും ആറ്റുകാൽ പൊങ്കാലയിൽ ദേവിക്ക് പായസ നിവേദ്യം അർപ്പിച്ച നടി ചിപ്പി. ഗൗരീനന്ദനം ഹോട്ടലിന് മുൻപിലാണ് ചിപ്പി പൊങ്കാല അർപ്പിച്ചത്. എത്ര വർഷമായി പൊങ്കാലയിടുന്നുവെന്ന് എണ്ണിയിട്ടില്ലെന്നും ഈ വർഷത്തെ പൊങ്കാലയിൽ പുതിയ സിനിമ തിയേറ്ററുകളിൽ എത്തുന്നതിന്റെ പ്രാർത്ഥന കൂടിയുണ്ടെന്നും ചിപ്പി. ഒരുപാട് വർഷം ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. ഒത്തിരി വർഷമായി. എനിക്ക് ഒരു 20 വർഷത്തിനൊക്കെ മേലെ എന്തായാലും ഉണ്ട്. എനിക്ക് അങ്ങനെ നോക്കിയിട്ടില്ല. ആദ്യത്തെ പൊങ്കാല അർപ്പിക്കുന്നതിന്റെ സന്തോഷത്തിലാണ് സീരിയൽ താരം സ്റ്റെഫി. വരും വർഷങ്ങളിലും പൊങ്കാലയ്ക്കെത്തുമെന്ന് സ്റ്റെഫി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. സീരിയൽ താരങ്ങളായ വീണ, ജലജ, സീമാജി നായർ എന്നിവരും ആറ്റുകാലമ്മയുടെ മുൻപിൽ പൊങ്കാലയിട്ടു. ദേവിയുടെ മുന്നിൽ സ്വപ്ന സാക്ഷാത്കാരത്തിനായി പൊങ്കാല അർപ്പിച്ചതിന്റെ സന്തോഷത്തിലും പ്രതീക്ഷയിലുമാണ് റബേക്ക. 1 മാസത്തിലധികമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ആശാ വർക്കേഴ്സ് അസോസിയേഷൻ പ്രവർത്തകരും പൊങ്കാലയിട്ടു. പ്രതിഷേധ പൊങ്കാലയല്ലെന്ന് കഴിഞ്ഞ ദിവസം ആശാ വർക്കേഴ്സ് അസോസിയേഷൻ നേതാക്കൾ വ്യക്തമാക്കിയിരുന്നെങ്കിലും പൊങ്കാലക്കലങ്ങളിൽ പ്രതിഷേധം തിളച്ചു. നടനും MP-യുമായ സുരേഷ് ഗോപി പൊങ്കാലയ്ക്കിടെ ആശാ വർക്കേഴ്സ് അസോസിയേഷൻ പ്രവർത്തകരെ സന്ദർശിച്ചു. പൊങ്കാലയ്ക്കിടയിലും സംസ്ഥാന സർക്കാരിന് കേന്ദ്രമന്ത്രിയുടെ വിമർശനം. സംസ്ഥാനം കൃത്യമായി കണക്ക് നൽകുന്നില്ലെന്ന് സുരേഷ് ഗോപി ആവർത്തിച്ചു. എല്ലാം ഇങ്ങോട്ട് കൊടുക്കണം, അവര് കൊടുക്കും. പക്ഷെ ഇങ്ങോട്ട് കൊടുത്താലേ കൊടുക്കൂ. അത് ന്യായം. കൊടുക്കാനുള്ളത് കൊടുത്തു. ഇനി കിട്ടാനുണ്ടെങ്കിൽ കണക്ക് തരാം. കണക്ക് കൊടുക്കില്ല. അതും അവരുടെ ന്യായം. ഇനി ഇതെല്ലാം അവിടെ നിന്നുണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷെ ഇവരെ പണിയിൽ നിന്ന് പറഞ്ഞയക്കണമെങ്കിൽ അത് ഞങ്ങൾ തീരുമാനിക്കും. അത് എവിടുത്തെ ന്യായമാണ്? ചോദ്യങ്ങൾ അസ്വസ്ഥതപ്പെടുത്തിയപ്പോൾ മാധ്യമങ്ങൾക്ക് നേരെ കേന്ദ്രമന്ത്രിയുടെ രോഷപ്രകടനം. ഉന്നം വെച്ച് ചോദിക്കരുത്. ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്. പൊങ്കാലയ്ക്ക് മുന്നേ പ്രതിപക്ഷ MLA KK രമ സമരക്കാരെ സന്ദർശിച്ചു. ന്യായമായ ആവശ്യത്തിന് നേരെ സർക്കാർ മുഖം തിരിക്കുകയാണെന്ന് KK രമ MLA. ഈ തെരുവിലാളുന്ന ഈ സ്ത്രീ പ്രക്ഷോഭത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ സർക്കാരിന് സാധിക്കില്ല. അവരുടെ മുന്നിൽ തോറ്റുപോവുകയുള്ളൂ സർക്കാർ. പൊങ്കാല ദിനത്തിലും പ്രതിഷേധം തുടരുകയാണ് ആശാ വർക്കേഴ്സ് അസോസിയേഷൻ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.